പ്രപഞ്ച സൃഷ്ടാവിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ശാന്തിയും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം തുടങ്ങട്ടെ. നല്ല വാക്കും നല്ല പ്രവൃത്തിയും നമ്മുടെ ദിവസത്തെ നയിക്കട്ടെ. സ്നേഹവും കരുണയും കൊണ്ട് ഇന്നത്തെ ദിവസം മനോഹരമാകട്ടെ. ഗുഡ് മോർണിംഗ് ഓൾ. Good Good morning. morning, ma'am. Good morning, all. Good morning, ma'am. താങ്ക് യു. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുള്ളത് ബിജു കെ മാത്യു സാറാണ്. സാർ അഡ്വക്കേറ്റ് ആണ്, ഫാമിലി ആൻഡ് കപ്പിൾസ് കൗൺസിലർ ആണ്, എന്റർപ്രീനിയർ ആണ്. സാറിനെ വളരെ സ്നേഹത്തോടു കൂടി ഈ ഒരു മോർണിംഗ് സർക്കിളിന്റെ ഈ ഒരു എപ്പിസോഡിലേക്ക് 420ാമത്തെ എപ്പിസോഡിലേക്ക് സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും സ്നേഹത്തോടു കൂടി ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യുന്നു. Okay. Thank you, Sajana ma'am, for your hearty welcome. And thank you, Wimble, for giving this opportunity. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തുടങ്ങട്ടെ. ഞാനൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് തുടങ്ങാം. നമുക്കെല്ലാവർക്കും രാവിലെ ഒരു ചായ കുടിക്കുന്നത് ഇഷ്ടമല്ലേ? എനിക്ക് ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ നന്നായിരുന്നു. അതെ സർ, ഇഷ്ടമാണ്. ചായ ഇല്ലാണ്ടൊന്നും നടക്കൂല. ചായ ചായ കുടിക്കാറില്ല. കുടിച്ചാലേ ഉഷാറാവുള്ളൂ രാവിലെ. ശീലായി പോയി. ഞാൻ ചായ Okay. കുടിക്കുന്ന ആളല്ല കേട്ടോ. ചായ കുടിക്കാറില്ല. Okay, come on. ചായ കുടിക്കാറില്ല. Okay. ഇഷ്ടമാണ് ചായ കുടിക്കാൻ. ചായ കുടിക്കാൻ ഇഷ്ടമാണ്. ഓക്കെ, കൊള്ളാം. അപ്പൊ ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്ന, അല്ലെ നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് എന്നത് നമുക്ക് ഇഷ്ടമുള്ളതാണ് മറ്റുള്ളവർക്കും ഇഷ്ടമായിരിക്കുക എന്നുള്ള ഒരു ധാരണ പൊതുവെ ആളുകൾക്ക് ഉണ്ടാവാറുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ വിചാരിച്ചു, നിനക്കതായിരിക്കും ഇഷ്ടമെന്ന്. അപ്പൊ അങ്ങനെ താങ്ക് യു ഈപ്പൻ വാളത്തിരി, അദ്ദേഹം കോഫിയാണ് ഇഷ്ടം എന്ന് പറഞ്ഞു. അപ്പൊ പൊതുവെ നമ്മൾ എല്ലാവരോടും രാവിലെ ചായ കുടിച്ചോ എന്നാണ് ചോദിക്കാറ്. അതൊരു കോമൺ വാക്കാണ്. അപ്പൊ കാപ്പിയാണോ കുടിക്കുന്നത് എന്നുള്ള ഒരു ഓപ്ഷൻ വെക്കാതെയാണ് ആളുകൾ പലപ്പോഴും സംസാരിക്കാറ്. ഒരു ചെറിയ കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഒരു പൂച്ച ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ചെറിയ കുളത്തിൽ ഒരു താറാവിന്റെ കുഞ്ഞ് നീന്തുന്നത് കണ്ടു. അപ്പൊ പൂച്ചയ്ക്ക് വിഷമം തോന്നി. ഈ വെള്ളത്തിൽ നീന്തി കഴിഞ്ഞാൽ താറാവിന്റെ കുഞ്ഞിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് പൂച്ച ആ താറാവിന്റെ കുഞ്ഞിനെ പിടിച്ചു കൊണ്ടുവന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ വീട്ടിൽ കൊണ്ടുവന്ന് അടുപ്പിന്റെ ചുവട്ടിൽ കൊണ്ടുപോയി അവിടെ ഇരുത്തി. എന്നിട്ട് താറാവിന്റെ കുഞ്ഞിന് കഴിക്കാനായിട്ട് മീനൊക്കെ കൊടുത്തു. കാരണം പൂച്ചയ്ക്ക് ഇഷ്ടം അടുപ്പിന്റെ ചുവട്ടിൽ കിടക്കുന്നതും മീൻ കഴിക്കുന്നതുമാണ്. അപ്പൊ താറാവിന്റെ കുഞ്ഞിന് ഈ ചൂടുള്ള സ്ഥലത്ത് കൊണ്ടിരുത്തിയിട്ട് അതിന് മീനും കൊടുത്ത് പൂച്ച അതിനെ വളരെ കാര്യമായി സ്നേഹത്തോടെ വളരെ കരുതലോടെ സംരക്ഷിക്കുകയാണ് എന്നുള്ള ഒരു സ്വന്തം ഒരു അഹങ്കാരത്തോടെ അല്ലെങ്കിൽ ഒരു സ്വന്തം ഒരു സന്തോഷത്തോടെ ഈ താറാവിന്റെ കുഞ്ഞിനെ ഞാൻ ഹെൽപ്പ് ചെയ്യുകയാണെന്ന് വിചാരിച്ചിട്ട് വളരെ സന്തോഷത്തോടെ ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ താറാവിന്റെ കുഞ്ഞിന് ഈ ചൂട് പറ്റില്ല. കാരണം അത് വെള്ളത്തിൽ അല്ലെങ്കിൽ കുളത്തിൽ നീന്തി കളിക്കേണ്ട ഒരു ജീവിയാണ്. അപ്പൊ താറാവിന്റെ കുഞ്ഞ് വേർത്ത് ഒഴുകാൻ തുടങ്ങി. അപ്പോൾ പൂച്ച അതിനെ തുടച്ചൊക്കെ കൊടുത്ത് ഇങ്ങനെ ആശ്വസിപ്പിച്ച് അവിടെ തന്നെ കീപ്പ് ചെയ്തു. അത് കുറച്ച് കഴിഞ്ഞപ്പം ചത്തുപോയി, ചൂട് സഹിക്കാൻ വയ്യാതെ. അപ്പൊ പൂച്ചയ്ക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ ഇത്രയൊക്കെ നല്ല കാര്യം ചെയ്തിട്ടും എന്തുകൊണ്ടാണ് ഈ താറാവിന്റെ കുഞ്ഞ് ചത്തുപോയതെന്ന്. അപ്പൊ ഇതൊരു എന്താ പറയുക, ഒരു ഉദാഹരണമാണ്. നമ്മൾ വിചാരിക്കും നമ്മൾ വളരെ നല്ല കാര്യങ്ങളാണ് ചെയ്തത് എന്ന്. പക്ഷെ മറ്റുള്ള ആളുടെ ആവശ്യം എന്താണെന്നോ മറ്റുള്ള ആളുടെ സന്തോഷം എന്താണെന്നോ നോക്കാതെ നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങൾ മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രവണത, അതിന് സൈക്കോളജിയിൽ നമ്മൾ ഫാൾസ് കൺസെൻസസ് ബയാസ് എന്ന് പറയും. ഈ ഒരു ഫാൾസ് കൺസെൻസസ് ബയാസ് എന്ന ഈ ഒരു ടോപ്പിക്കാണ് ഇന്ന് ഞാൻ ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പൊ നല്ലൊരു ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന കാര്യങ്ങൾ പലപ്പോഴും അങ്ങനത്തെ ഒരു നല്ല ഉദ്ദേശത്തിൽ എത്തിപ്പെടാതെ പോകുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ആ രീതിയിൽ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ പോകുന്ന ഒരവസ്ഥയാണ് ഈ ഫാൾസ് കൺസെപ്റ്റ് ബയാസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ലീറോസ് എന്ന ഒരു സയന്റിസ്റ്റ് 1970s ഈ ഒരു കൺസെപ്റ്റ് ഡിഫൈൻ ചെയ്തത് തന്നെ. അതൊരു കോഗ്നിറ്റീവ് ബയാസ് ആയിട്ടാണ്. വെയർ ഇൻഡിവിജ്വൽസ് ഓവർ എസ്റ്റിമേറ്റ് ഹൗ മച്ച് അതേഴ്സ് ഷെയർ ദെയർ ബിലീഫ്സ് എന്നാണ്. അല്ലെങ്കിൽ സ്വന്തം അഭിപ്രായങ്ങളും വിശ്വാസങ്ങളും പെരുമാറ്റങ്ങളും ഒക്കെ ഭൂരിഭാഗം ആളുകളും പങ്കുവയ്ക്കുന്നു, അല്ലെ ഞാൻ വിചാരിക്കുന്നത് പോലെയാണ് മറ്റാളുകൾ കരുതുന്നത് എന്ന് വിചാരിക്കുന്ന ഒരു കൺസെപ്റ്റാണ്. ഇതിൽ 2-3 സൈക്കോളജി കൺസെപ്റ്റുകൾ വരുന്നുണ്ട്. ഒന്ന് സെലക്റ്റീവ് എക്സ്പോഷർ എന്ന് പറയും. അതായത് ഞാൻ ചിന്തിക്കുന്ന അതേ രീതിയിൽ തന്നെയായിരിക്കും മറ്റുള്ള ആള് ചിന്തിക്കുന്നത്, അല്ലെ ഞാൻ വിചാരിക്കുന്ന അതേ രീതിയിൽ തന്നെയായിരിക്കും മറ്റുള്ളവരും വിചാരിക്കുക, അല്ലെ ഞാൻ കാണുന്ന പോലെ തന്നെയായിരിക്കും ഈ ലോകത്തെ മറ്റുള്ളവരും കാണുക എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. രണ്ടാമതായിട്ട് അവൈലബിലിറ്റി ഹ്യൂറിസ്റ്റിക് എന്ന് പറയുന്ന മറ്റൊരു കൺസെപ്റ്റും കൂടിയുണ്ട്. ദെൻ ഈഗോ ഡിഫൻസ് എന്ന് പറഞ്ഞ ഒരു മൂന്നാമതൊരു കൺസെപ്റ്റും കൂടി ഈ ഫാൾസ് കൺസെൻഷ്യസ് ബയാസ് എന്ന ഈ ഒരു ഡെഫിനിഷനിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. ഇത് സൈക്കോളജി തിയറികളുമായിട്ട് ബന്ധപ്പെടുമ്പം ഏകദേശം 6ഓളം തിയറികൾ ഈ ഫാൾസ് കൺസെൻസസ് ബയാസ് എന്ന ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഒന്ന് സോഷ്യൽ പ്രൊജക്ഷൻ തിയറിയാണ്. ക്രൂഗർ, ക്ലെമന്റ് അങ്ങനെയുള്ള കുറേ സൈക്കോളജിസ്റ്റുകളാണ് ഈ തിയറി ഡെവലപ്പ് ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ ചിന്തകളെ മറ്റുള്ളവരിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക, അല്ലെ മറ്റുള്ളവരിലേക്ക് സന്നിവേശിപ്പിക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ ആശയങ്ങൾ, നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ വികാരങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ കൺസെപ്റ്റുകളൊക്കെ മറ്റുള്ളവരിലേക്ക് എങ്ങനെ പ്രവേശിപ്പിക്കാം, അല്ലെ മറ്റുള്ളവരെ കൊണ്ട് എങ്ങനെ അതിനോട് അനുകൂലമായിട്ട് പ്രവർത്തിപ്പിക്കാം എന്ന് തോന്നിപ്പിക്കുന്ന, അല്ലെ നമ്മളെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കുന്ന ഒരു കൺസെപ്റ്റാണ് സോഷ്യൽ പ്രൊജക്ഷൻ തിയറി. രണ്ടാമതായിട്ട് കോഗ്നിറ്റീവ് ഡിസോണൻസ് തിയറി, അതായത് സ്വാഭാവിക പ്രവണതകളാണ്. ലിയോൺ ഫെസ്റ്റിംഗർ എന്ന് പറഞ്ഞ സൈക്കോളജിസ്റ്റ് ആണ് ഈ തിയറിയുടെ ഉപജ്ഞാതാവാണ്. നമ്മുടെ വിശ്വാസങ്ങളും പ്രവൃത്തികളും തമ്മിൽ പൊരുത്തക്കേട് ഉണ്ടാകുമ്പോഴാണ് നമുക്കൊരു അസ്വസ്ഥത ഉണ്ടാവും. അപ്പൊ ആ അസ്വസ്ഥത കുറയ്ക്കാൻ നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രവൃത്തിയെ ന്യായീകരിക്കും. അപ്പൊ എല്ലാവരും ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് ഞാനും ഇങ്ങനെ ചെയ്തതെന്നുള്ള ഒരു ന്യായീകരണം വരുന്ന അവിടെയാണ്. ഉദാഹരണത്തിന് മാർക്കറ്റിംഗ് നടത്തുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾ മാർക്കറ്റിങ്ങിൽ നല്ല സക്സസ് ആയി കഴിഞ്ഞാൽ അയാൾ പറയും, ഇത് ഞാൻ എൻ്റെ കഴിവ് കൊണ്ടാണ് ഇത്രയും വിജയിച്ചത് എന്ന് പറയും. അതേസമയം അയാൾ മാർക്കറ്റിങ്ങിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പറയും മാർക്കറ്റ് മോശമായിട്ടാണ്, അല്ലെ ആളുകൾക്കൊന്നും എന്നെ സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പം മറ്റുള്ളവരിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നതാണ് കോഗ്നിറ്റീവ് ഡിസോണൻസ് തിയറി. അടുത്തത് നൈവ് റിയലിസം, അതായത് ഈ ഫാൾസ് കൺസെൻസസ് ബയാസ് എന്ന കൺസെപ്റ്റ് ഡിഫൈൻ ചെയ്ത ലീറോസ് തന്നെയാണ് നൈവ് റിയലിസം എന്നാണ്. ഞാൻ ഈ ലോകത്തെ കാണുന്നത് യാഥാർത്ഥ്യമാണ്, അല്ലെങ്കിൽ ഞാൻ കാണുന്ന ഈ ലോകം മാത്രമാണ് യാഥാർത്ഥ്യമെന്ന് വിചാരിക്കുന്ന, ഒരു പരിധി വരെ ഒരു നിഷ്കളങ്കനായ, ആര് പറഞ്ഞു കഴിഞ്ഞാലും വിശ്വസിക്കുന്ന, അല്ല ചുറ്റുമുള്ളത് കാണുന്നത് മാത്രം വിശ്വസിക്കുന്ന, വേണമെങ്കിൽ നമുക്കൊരു കിണറ്റിലെ തവളയെ പോലെ കരുതുന്ന ഒരാളെന്നും കൂടി വേണം. ഒരച്ഛൻ 2 മക്കളോട് കർക്കശക്കാരനായിട്ട് പെരുമാറുന്ന ഒരച്ഛൻ, 2 മക്കളുള്ള ഒരച്ഛനാണെന്ന് വിചാരിക്കുക. അപ്പൊ ഒരു മകൻ വിചാരിക്കുന്നത് ഈ അച്ഛൻ എന്നോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടായിരിക്കും എന്നോട് ഇത്രയും കാർക്കശ്യത്തോടെ, എന്നോട് ഇത്രയും ദേഷ്യത്തോടെ പെരുമാറുന്നത്, അല്ലെ എന്നെ ഇങ്ങനെ അടിക്കുന്നത് എന്ന്. അതേസമയം മറ്റേ കുട്ടി വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അച്ഛൻ ഞങ്ങളെ ഡിസിപ്ലിൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കർക്കശക്കാരനാവുന്നതാണ്. ഇത് ഫാൾസ് കൺസെൻസസ് ബയാസ് ആണ്, 2 പേരിലും 2 രീതിയിൽ വരുന്നത്. അതേസമയം ഈ അച്ഛന്റെ ഭാഗത്തും അതേ രീതി ഉണ്ടാവും. കാരണം അച്ഛന് കിട്ടിയ അനുഭവം, അദ്ദേഹത്തിന്റെ അച്ഛൻ എങ്ങനെയാണ് അദ്ദേഹത്തോട് പെരുമാറിയത്, അതുകൊണ്ട് ഇതായിരിക്കും ശരി എന്നുള്ള ഒരു ബയാസോട് കൂടിയായിരിക്കും ഈ അച്ഛൻ പെരുമാറുന്നത്. ഇതാണ് നൈവ് റിയലിസം എന്നുള്ള തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്തത് സെൽഫ് സെർവിങ് ബയാസ് എന്നാണ്. അതായത് നമ്മുടെ ആത്മാഭിമാനം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, അപ്പൊ സ്വന്തം കഴിവിനെ, സ്വന്തം പരാജയങ്ങളെ മറ്റുള്ളവരിലേക്ക് ഉപയോഗിക്കുന്ന കൺസെപ്റ്റ് എന്ന് പറയാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. അടുത്തത് സോഷ്യൽ ഐഡന്റിറ്റി തിയറിയാണ്. സോഷ്യൽ ഐഡന്റിറ്റി തിയറി എന്ന് പറയുമ്പോൾ
നമുക്ക് ഒരു ജാതി ഒരു മതം എന്ന് പറയുന്ന പോലെ നമ്മൾ ശ്രീനാരായണ ഗുരു പറഞ്ഞ ഒരു ജാതി ഒരു മതമല്ല ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലെ നമ്മുടെ ജാതി, അല്ലെ നമ്മുടെ കൂടെയുള്ള ആളുകൾ, അല്ലെ നമ്മുടെ ഗ്രൂപ്പ്, നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ വരുന്ന കാര്യങ്ങൾ മാത്രം ശരിയെന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഉണ്ടാവും. അതാണ് സോഷ്യൽ ഐഡന്റിറ്റി തിയറി. അതായത് നമ്മുടെ കൂടെയുള്ള ആളുകൾ മാത്രമാണ് ശരി, നമ്മൾ ചെയ്യുന്നതാണ് ശരി, അത് മാത്രമേ ഉള്ളൂ ശരി എന്ന് പറയുന്നതാണ്. അവസാനമായിട്ട് അവൈലബിലിറ്റി ഹ്യൂറിസ്റ്റിക് എന്ന തിയറിയാണ് ആമോസ് ടസ്കി ആൻഡ് ഡാനിയൽ കനിമാൻ എന്നീ രണ്ട് സൈക്കോളജിസ്റ്റ് ആണ് മെയിനായിട്ടും ഈ തിയറിയുടെ ഉപജ്ഞാതാക്കളായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ എളുപ്പത്തിൽ ഓർമ്മ വരുന്നതോ അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്നതോ ആയ കാര്യങ്ങൾ, നമുക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് ഓടിയെത്തുന്ന കാര്യങ്ങൾ, അതാണ് ലോകത്തിന്റെ യഥാർത്ഥ കാര്യങ്ങളെന്ന്. അതുകൊണ്ടാണ് ഈ ലോകം നടക്കുന്നത്, ആളുകളുടെ സ്വഭാവം അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് നമുക്ക് മുന്നിൽ കാണുന്ന കാര്യങ്ങൾ, നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ, നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ മാത്രം കൊണ്ടാണ് എന്ന് വിചാരിക്കുന്നതാണ്. ഇപ്പോ ഈ അടുത്ത കാലത്ത് എൻ്റെ സുഹൃത്തൊരു സൈക്കോളജിസ്റ്റ്, അദ്ദേഹത്തിന് ഒരു ക്ലയന്റ് വന്നിരുന്നു. ഏകദേശം 10-60 വയസ്സുള്ള പ്രായമായ ഒരാളായിരുന്നു. അപ്പൊ അദ്ദേഹം വരുമ്പോൾ എന്ന് വെച്ചാൽ അദ്ദേഹം ആൾറെഡി ഡിപ്രഷനായിട്ടാണ് വരുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഡിപ്രഷന്റെ കാരണങ്ങൾ എന്തുകൊണ്ടാണ് ഡിപ്രഷൻ? അദ്ദേഹത്തിന് ഭയങ്കര ഭയമാണ്. അദ്ദേഹം വിചാരിക്കുന്നത് ഇപ്പൊ യുദ്ധം ഉണ്ടാകും, അല്ലെ 3-ാം ലോകമായത് ഉണ്ടാകാൻ പോവുകയാണ്. അപ്പൊ എന്ത് ചെയ്യും, എങ്ങനെ ജീവിക്കും, എവിടെ പോയി ഒളിക്കും, ബോംബൊക്കെ ഇട്ട എന്ത് ചെയ്യും, അങ്ങനെയാണ്, അതാണ് അദ്ദേഹത്തിന്റെ പേടി. അപ്പൊ ഇതിങ്ങനെ അദ്ദേഹത്തോട് ചോദിച്ച് അവസാനം അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു മൊബൈലുണ്ട്, സ്മാർട്ട് ഫോണാണ്. ഒരു 5-6 മാസം മുന്നേ ആരോ അദ്ദേഹത്തിന് കൊടുത്തതാണ്. അദ്ദേഹത്തിന് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ നോക്കാൻ പഠിപ്പിച്ചു കൊടുത്തു, മക്കളാരോ പഠിപ്പിച്ചു കൊടുത്തു. അപ്പൊ അദ്ദേഹം ഇതിൽ കണ്ടോണ്ടിരുന്നത് ആദ്യമായിട്ട് യുദ്ധത്തിന്റെ ഒരു വീഡിയോ കണ്ടു. അപ്പൊ ഈ ഫേസ്ബുക്കിന്റെ ഒരു അല്ലെങ്കിൽ ഇൻസ്റ്റയുടെ ഒരു അൽഗോരിതം അനുസരിച്ച് നമ്മൾ എന്തെങ്കിലും ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതെന്താണോ അതേപോലത്തെ വീഡിയോസ് ആണ് പിന്നെ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക്. അങ്ങനെ ഇദ്ദേഹം യുദ്ധത്തുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ ഹലോ സർ. യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകൾ മാത്രമായിട്ട് കുറച്ച് കാലമായിട്ട് അയ്യോ ഇത് ലോകം മുഴുവൻ യുദ്ധമാണ് മനസ്സിൽ സൗണ്ട് ബ്രേക്ക് ആവുന്നു. ഹലോ സാർ സോറി സാർ, സൗണ്ട് ബ്രേക്ക് ഉണ്ടോ? ഓക്കെ ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ. ഇപ്പൊ ഓക്കെ ആണോ? ഹലോ ഓക്കെ ആണ് സാർ. ഓക്കെ, ഞാൻ ബ്ലൂടൂത്ത് ഒഴിവാക്കിയതാണ്, ചിലപ്പോൾ അതിൻ്റെ ആയിരിക്കുമെന്ന് വിചാരിച്ചിട്ട്. ഓക്കെ, അപ്പൊ ഇതുവരെ പറഞ്ഞത് കേട്ടോ, അല്ലെങ്കിൽ എവിടം വരെ കേട്ടു? ഇതുവരെ പറഞ്ഞത് കേട്ടു. ബ്രേക്ക് ആയിട്ട് പോകണ്ടെന്നേ ഉള്ളൂ അല്ലേ? എനിക്ക് കൺവേ ചെയ്യാൻ സാധിച്ചോ? ഞാൻ പറഞ്ഞതൊക്കെ കിട്ടിയോ? കിട്ടി സാർ, കിട്ടി. ലാസ്റ്റില് ഒരു ലാസ്റ്റ് എത്തിയപ്പോ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഒരു ക്ലയന്റ്, ഒരു പ്രായമായ ആള്, അദ്ദേഹം യുദ്ധത്തിന്റെ വീഡിയോസ് മാത്രം സ്ഥിരമായിട്ട് കണ്ടിട്ട് യുദ്ധം വരാൻ പോകുന്നു എന്നുള്ള പേടി കൊണ്ട് അത് വളരെയധികം പേടി കൂടിക്കൂടി അദ്ദേഹം ഡിപ്രഷനിലേക്ക് എത്തിപ്പോയി. ഈ ഫേസ്ബുക്ക് അൽഗോരിതം എന്ന് പറയുന്നു കഴിഞ്ഞാൽ, നമ്മളൊരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതേ ടൈപ്പ് വീഡിയോസ് ആണ് വീണ്ടും വീണ്ടും അവരിങ്ങനെ ഇട്ട് തരിക. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് യുദ്ധത്തിന്റെ വീഡിയോസ് കണ്ടുകൊണ്ടിരുന്ന ആ ഒരു ആൾ വിചാരിച്ചു ലോകത്തിപ്പോൾ ഭയങ്കരമായ യുദ്ധം നടക്കുകയാണ്, അപ്പോൾ ഇവിടെ യുദ്ധം ഉണ്ടാകും എന്ന് വിചാരിച്ച് പേടിച്ച് ആ പേടി കൂടിയിട്ട് അത് ഡിപ്രഷനായിട്ട് കൗൺസിലിങ്ങിന് വന്നതാണ്. അപ്പൊ എൻ്റെ സുഹൃത്തിന്റെ അടുത്താണ് വന്നത്. അപ്പൊ അദ്ദേഹത്തിന് ഇതിങ്ങനെ സംസാരിച്ച് അദ്ദേഹത്തിന്റെ മൊബൈലൊക്കെ വാങ്ങി ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പം അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോസ് മുഴുവൻ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെ യുദ്ധത്തിന്റെ വീഡിയോസ് ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഉണ്ടായ പ്രശ്നമാണെന്ന് മനസ്സിലാക്കി അത് പരിഹരിക്കാൻ സാധിക്കുകയും ചെയ്തു എന്നാണ്. അപ്പം ഈ അവൈലബിലിറ്റി ഹ്യൂറിസ്റ്റിക് എന്നുള്ള ഒരു തിയറിയുടെ കൺസെപ്റ്റാണിത്. അതായത് നമ്മൾ എന്താണോ കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്താണോ നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾക്ക് തോന്നുമ്പോൾ അതാണ് യഥാർത്ഥത്തിലുള്ളതെന്നുള്ള ഒരു വേഗമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു എന്താ പറയുക ശരിയല്ലാത്ത ഒരു ചിന്ത നമുക്ക് വരുന്നത് കൊണ്ടാണ് ആ ഒരു
പ്രശ്നം ഉണ്ടാവുന്നത് എന്നത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഹലോ, ക്ലിയർ ആണോ? ക്ലിയർ ആണ് Clear സാർ, ആണ്. Clear ക്ലിയർ ആണ്. ആണ്. Clear ആണ്. ഓക്കെ, താങ്ക് യു ഡിഫൻസ്. ഫാൾസ് കൺസെൻസസ് ബയാസ്. അപ്പൊ നമുക്കിതെങ്ങനെ ഹൗ ടു ഓവർകം എന്നാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ മറ്റൊരാളുടെ കാര്യം അല്ലെങ്കിൽ മറ്റൊരാളുടെ ജീവിത സാഹചര്യങ്ങൾ, അനുഭവങ്ങൾ, വികാരങ്ങൾ, വിചാരങ്ങൾ, സങ്കടങ്ങൾ അല്ലെങ്കിൽ ഈവൻ സന്തോഷങ്ങളും നമുക്ക് മനസ്സിലാക്കാതെ നമ്മളുടെ രീതിയിൽ നമ്മുടെ കൺസെപ്റ്റിൽ നിന്ന് മനസ്സിലാക്കുന്നതാണ് ഈ ഫാൾസ് കൺസെൻസസ് ബയാസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അത് മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്ന് എങ്ങനെ ചിന്തിക്കാൻ ശ്രമിക്കാം, അല്ലെങ്കിൽ നമ്മൾക്ക് എങ്ങനെ ഈ ഒരു ബയാസ് മാറ്റിയെടുക്കാം എന്നതാണ് നമ്മൾ ഇനി നോക്കുന്നത്, ഹൗ ടു ഓവർകം എന്ന്. ഈ അടുത്ത കാലത്ത് നമ്മൾ അതിനു മുന്നേ ഞാൻ ഇതിന്റെ ഒരു പോയിന്റ്സ് പറഞ്ഞു തരാം. പറഞ്ഞതിന് ശേഷം നമുക്ക് അതിലേക്ക് വരാം. ആദ്യമായിട്ട് നമ്മൾ ലിസൺ ഡീപ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർക്ക് പറയുന്നത് കേൾക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു കാര്യം. അത് വീട്ടില് കപ്പിൾസ് ആയിരുന്നാലും മക്കളായിരുന്നാലും സമൂഹത്തിൽ സൊസൈറ്റിയിൽ സുഹൃത്തുക്കള് ഫ്രണ്ട്സ് ആരായിരുന്നാലും നമ്മളിപ്പോൾ മാക്സിമം കേൾക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, പുതിയൊരു കാര്യമല്ല. പക്ഷെ പലപ്പോഴും ആളുകൾ ഞാൻ പറയുന്നതായിരിക്കും ശരി, അല്ലെ ഞാൻ വിചാരിക്കുന്നതായിരിക്കും ശരി എന്ന രീതിയിൽ പെരുമാറി പോവാറുണ്ട്. അതിന് പകരമായിട്ട് നമ്മൾ അവർ പറയുന്നതൊന്ന് കേൾക്കാൻ ശ്രമിക്കുക എന്നുള്ളത് ഒന്നാമത്തെ പോയിന്റാണ്, ഹൗ ടു ഓവർകം ഫാൾസ് കൺസെൻസസ് ബയാസ്. അടുത്തത് ആസ്ക് ഇൻസ്റ്റെഡ് ഓഫ് അസ്യൂം. നമ്മൾ മുൻകൂട്ടി കാണുക, മുൻധാരണ വെക്കാതെ എന്താണ് കാര്യം എന്ന് ചോദിക്കാൻ ശ്രമിക്കുക എന്നാണ്. അപ്പൊ പുരാണത്തില് ഒരു കഥയുണ്ട്, ഞാൻ മുമ്പെപ്പോഴോ വായിച്ചതാണ്. അതായത് ഹനുമാന് യുഗാന്തരങ്ങളിലൂടെ സഞ്ചരിക്കാനുള്ള കഴിവുണ്ടെന്നാണ് പുരാണം പറയുന്നത്. അതായത് ഇപ്പം ഈ ത്രേതായുഗം അല്ലെങ്കിൽ ദ്വാപര യുഗം, ഇങ്ങനെ പല യുഗങ്ങളുണ്ട്. അപ്പൊ ഇതിൽ ഏത് യുഗത്തിലേക്ക് വേണേലും സ്വിച്ച് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം ഇവിടെ ഇരിക്കുന്ന ഹനുമാന് കഴിഞ്ഞ യുഗത്തിലേക്കോ അല്ലെങ്കിൽ മുന്നേ ഉള്ള ഒരു യുഗത്തിലേക്കോ അടുത്ത വരാൻ പോകുന്ന ഒരു യുഗത്തിലേക്ക് പോകാനുള്ള ഒരു കഴിവുള്ള ആളാണ് ഹനുമാൻ എന്ന ഹനുമാൻ. അതിപ്പോ ഹനുമാൻ എന്ന് പറയുമ്പോൾ ഹനുമാൻ ദൈവമാണോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. എന്തായാലും ഹനുമാൻ എന്ന കോൺസെപ്റ്റിന് അത്തരം യുഗങ്ങളിൽ അപ്പുറം സഞ്ചരിക്കാൻ കഴിവുള്ള ആളാണ്. ഞാൻ ഈ പറഞ്ഞത് ശരിയാണെന്ന് അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതെനിക്ക് ചോദിക്കാം കേട്ടോ. എൻ്റെ ഒരു ധാരണയാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഹനുമാൻ ഇത്രയും കഴിവുള്ള ഒരാളാണ്. അപ്പൊ അത് പറഞ്ഞുകൊണ്ട് ഞാനിത് തുടങ്ങാം. അപ്പൊ ഹനുമാൻ ഇങ്ങനെ ഒരു ദിവസം ഒരു കാട്ടിൽ കൂടി, ഞാൻ കുറെ മുമ്പ് വായിച്ച ഒരു കഥയാണ്, ഏത് കാടാണെന്നും ഓർമ്മയില്ല, അത് ഏത് യുഗത്തിലാണെന്നും ഓർമ്മയില്ല. അത് ദ്വാപര യുഗത്തിൽ, ഏതോ ഒരു യുഗത്തിൽ ഹനുമാൻ ഇങ്ങനെ ഒരു കാട്ടിൽ കൂടി സഞ്ചരിക്കുമ്പോൾ കാലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യമധർമ്മൻ ഒരു കിളിയെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു എന്നത് കാണുന്നുണ്ട്. അപ്പൊ ഹനുമാൻ നോക്കുമ്പോൾ വളരെ എന്താ പറയുക ഭംഗിയുള്ള ഒരു ചെറിയ കിളിയെ കാലൻ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ ഹനുമാൻ വിചാരിച്ചു, കാലൻ ഈ പാവം കിളിയെ ഇപ്പം യമപുരിയിലേക്ക് കൊണ്ടുപോകാൻ നിൽക്കുകയായിരിക്കും. ഒരു കാര്യം ചെയ്താൽ ഈ കിളിയെ കൊണ്ടുപോയിട്ട് അടുത്ത യുഗത്തിൽ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ കാലൻ എന്ത് ചെയ്യും എന്നാലോചിച്ചു. അപ്പൊ ഹനുമാൻ വേഗം വിത്തിൻ സെക്കൻഡ്സ് ആ കിളിയെ അവിടെ നിന്ന് എടുത്തിട്ട് അയാള് ത്രേതായുഗത്തിൽ കൊണ്ടുവച്ചു. ദ്വാപര യുഗത്തിൽ ഉണ്ടായിരുന്ന ഒരു കിളിയെ ത്രേതായുഗത്തിൽ, ഈ യുഗങ്ങൾ കറക്റ്റ് ആണോ എന്ന് എനിക്ക് അറിയത്തില്ല, ഇതേ തന്നെയായിരുന്നോ എന്ന്. ഏതായാലും ഈ ഇരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്ന ഒരാളെ വേറൊരു യുഗത്തിലേക്ക് കൊണ്ടുപോയി ഒരു കാട്ടിൽ കൊണ്ടുപോയി വെച്ചു. എന്നിട്ട് തിരിച്ച് ഈ കാലന്റെ യമധർമ്മന്റെ മുന്നിലേക്ക് വന്നിട്ട് യമധർമ്മനോട് പറഞ്ഞു, നിങ്ങൾ ആ കിളിയെ ഇപ്പം യമപുരിക്ക് കൊണ്ടുപോകാൻ വിചാരിച്ചതല്ലേ, ഞാനതിനെ ഇന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി, ഇനി നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. വളരെ ആർജവത്തോടെ വളരെ സന്തോഷത്തോടെ ഞാൻ എന്തോ വലിയ കാര്യം ചെയ്തു എന്ന് മറ്റിൽ ചോദിക്കുകയാണ്. അപ്പൊ യമധർമ്മൻ ചിരിച്ചുകൊണ്ട് കാലനോട് പറഞ്ഞു, ഞാൻ ഇവിടെ ഇരുന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു, ഈ കിളി എന്താ ഇവിടെ ഇരിക്കുന്നതെന്ന്. ഈ കിളി ഇവിടെ ഇരിക്കേണ്ട കിളിയല്ലായിരുന്നു, അത് ആ ത്രേതായുഗത്തിൽ ആ മരച്ചുവട്ടിൽ ഇപ്പം ഹനുമാൻ കൊണ്ടുവച്ച മരത്തിന്റെ മുകളിൽ ഒരു പാമ്പ് അതിനെ ഇപ്പൊ വിഴുങ്ങാനുള്ളതായിരുന്നു, അത് വിഴുങ്ങി കഴിഞ്ഞു. ആ കിളി എന്താ ഇവിടെ ഇരിക്കുന്നതെന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത് എന്ന് കാലൻ അല്ലെ യമധർമ്മൻ ഈ ഹനുമാനോട് പറഞ്ഞു. കഥ അവിടെ അവസാനിച്ചു. അപ്പൊ ഇത് പറയാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ,
ഈ എന്താ പറയുക ഫാൾസ് കൺസെൻസസ് ബയാസ് എന്ന് ഹനുമാന്റെ ഫാൾസ് കൺസെൻസസ് ബയാസ് അല്ലെ മുൻധാരണ കൊണ്ട് അല്ലെ അസംഷൻ കൊണ്ട് എന്താ പറയുക ഈ കിളിയെ രക്ഷിക്കാൻ വേണ്ടി ഹനുമാൻ ചെയ്ത ഒരു കാര്യമാണ്. പക്ഷെ ഫലത്തിൽ ആ കിളിയുടെ ജീവിതം അവസാനിക്കാൻ ഉണ്ടായ ഒരു കാര്യമായി അത് മാറി. അപ്പൊ ഇത് നമ്മൾ മുൻകൂട്ടി നമ്മളുടെ ധാരണ അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ, നമ്മൾ പ്രവർത്തിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് നമുക്കറിയാൻ കഴിയാതെ വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതേസമയം ഈ ഹനുമാൻ ഈ യമധർമ്മന്റെ അടുത്ത് എന്തുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത് ഒരു ചോദ്യം ചോദിച്ചാൽ മതിയായിരുന്നു ചിലപ്പോൾ. അതിന്റെ കഥയുടെ ബാക്കി അല്ലെ അതിന്റെ ശേഷം അതിന്റെ കൺസെപ്റ്റ് അതൊന്നും എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ നമ്മൾ എന്തുകൊണ്ട് എന്നൊരു ചോദ്യം ചോദിക്കാൻ ശ്രമിക്കുന്നിടത്ത് നമുക്ക് ഈ ഫാൾസ് കൺസെൻസസ് മനസ്സിന്റെ ഒരു എന്താ പറയുക ശരിയല്ലാത്ത ഒരു മാറ്റാൻ സാധിക്കുന്നു വിചാരിക്കുന്നു. പിന്നെ അടുത്തത് ബി ക്യൂരിയസ് എന്നാണ്. നമുക്ക് എപ്പോഴും ഒരു എന്താ പറയുക ഒരു ആകാംക്ഷ എപ്പോഴും ഉണ്ടാവുക. എന്തെങ്കിലും കാര്യം കാണുമ്പോൾ ആദ്യം തന്നെ അതിന് നമ്മുടെ കൺസെപ്റ്റ് നമ്മൾ അങ്ങനെ ആയിരിക്കുമെന്ന് മുന്നേ വിചാരിക്കാതെ എന്തായിരിക്കുമെന്ന് ചോദിക്കാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവുക നമുക്ക്. ഇനി അടുത്തതായിട്ട് ലേൺ യുവർ പാർട്ട്നേഴ്സ് ലവ് ലാംഗ്വേജ്. നിങ്ങളുടെ പാർട്ട്ണർക്ക് അങ്ങനെ എന്താ ഏത് കാര്യത്തിലാണ് ഇഷ്ടം, ഇതേ പാർട്ട്ണറുടെ ഇഷ്ടം എന്താണ്, എങ്ങനെ പെരുമാറിയാലാണ് അവർക്ക് ഇഷ്ടം ഉണ്ടാവുക എന്ന് ചോദിക്കും. പിന്നെ അടുത്തത് പ്രാക്ടീസ് എമ്പതി. നമ്മൾക്ക് എപ്പോഴും എന്താ പറയുക ഒരു എമ്പത്തറ്റിക് ആവുക, നമ്മൾ ഹെൽപ്പ് ചെയ്യാനുള്ള മനസ്സുണ്ടാവുക. ഇപ്പം വാക്ക് ഇൻ അതർ വൺസ് ഷൂസ് എന്നാ പറയുക എമ്പതി പറയുമ്പോൾ, അതായത് മറ്റൊരാളുടെ ഷൂസിൽ നടക്കാൻ പറയും. അപ്പൊ നമ്മുടെ മറ്റൊരാളുടെ ജീവിത സാഹചര്യങ്ങൾ, മറ്റൊരാളുടെ അനുഭവങ്ങൾ, മറ്റൊരാളുടെ വിചാരങ്ങൾ അത് സന്തോഷമായാലും ദുഃഖമായിരുന്നാലും നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി തോന്നിപ്പിക്കുന്ന ഒരു കൺസെപ്റ്റാണ് വാക്കിൻ മറ്റൊരാളുടെ ഷൂസിൽ കയറി നടക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഈ അടുത്ത് ഞങ്ങളുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്ന ഒരു ജോക്ക് ഉണ്ടായിരുന്നു. അപ്പോ ഇങ്ങനെ മറ്റൊരാളുടെ ഷൂസിൽ കയറി നടക്കണമെന്ന് പറഞ്ഞു വേറൊരാളുടെ ഷൂസിൽ എടുത്ത് നടന്നു. 1.5 കിലോമീറ്റർ നടന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി ചുറ്റിനും ആരുമില്ല, ഷൂസ് കാലിലുണ്ട്, എന്നാ നേരെ അങ്ങനെ പോയേക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, മറ്റൊരാളുടെ ഷൂസിൽ നടക്കുക എന്ന് പറയുമ്പോൾ. ഓക്കെ, ഇനി ഞാൻ ലവ് ലാംഗ്വേജ് എന്ന കാര്യം സാറ് ഗോഡ് ചാപ്മാൻ ആണ് ലവ് ലാംഗ്വേജ് 5 ലവ് ലാംഗ്വേജ് പഠിപ്പിച്ചിരിക്കുന്നതാണ്. വേൾഡ് ഓഫ് അഫർമേഷൻ ഫസ്റ്റ് ലവ് ലാംഗ്വേജ് പ്രശംസയും പ്രോത്സാഹനവുമാണ്. നമ്മളെപ്പോഴും നമ്മുടെ പാർട്ട്ണറുടെ അടുത്ത്, നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്ത്, നമ്മുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നമ്മുടെ നെയ്ബേഴ്സിന്റെ അടുത്ത്, എസ്പെഷ്യലി നമ്മുടെ പാർട്ട്നേഴ്സിന്റെ അടുത്ത് നമ്മളെ ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾക്ക് പ്രശംസ കൊടുക്കാൻ കഴിയുന്നിടത്ത് നമുക്ക് ഈ ഫാൾസ് കൺസെൻസസ് ബയാസ് ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാം, അല്ലെങ്കിൽ സന്തോഷപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാം. നെക്സ്റ്റ്, ക്വാളിറ്റി ടൈം കൊടുക്കുക. അവരുടെ ആഗ്രഹങ്ങൾ എന്താണ്, കൂടുതൽ സമയം സംസാരിക്കാൻ ഇരിക്കുന്നതാണോ അവരുടെ ക്വാളിറ്റി ടൈം എന്ന് മനസ്സിലാക്കുക. മൂന്നാമതായിട്ട് ആക്ട് ഓഫ് സർവീസ് അഥവാ സഹായിക്കുന്ന പ്രവൃത്തികൾ ചെയ്തു കൊടുക്കുക. റിസീവിങ് ഗിഫ്റ്റ്സ് അർത്ഥവത്തായ സമ്മാനങ്ങൾ കൊടുക്കുക. ഫിസിക്കൽ ടച്ച് സ്നേഹവും സാമീപ്യവും എന്നാണ് മലയാളത്തിൽ എഴുതുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ലവ് ലാംഗ്വേജ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെയാണ് മറ്റേയാളും സ്നേഹം അനുഭവിക്കുന്നത് എന്ന് കരുതുമ്പോഴാണ് ഈ ഫാൾസ് കൺസെൻസസ് ബയാസ് ഉണ്ടാവുന്നത്. അതിനു പകരം മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് കണ്ട് നമുക്ക് പെരുമാറാൻ കഴിയുന്ന ഒരു അവസ്ഥയാണ് ലവ് ലാംഗ്വേജ് ഉണ്ടാക്കി തരുന്നത്. അതായത് ബി ഓഫൺ പ്രിഫർ ലവ് ഇൻ വാട്ട് ബി പ്രിഫർ. ബി ഓഫൺ എക്സ്പ്രസ് ലവ് ഇൻ വാട്ട് ബി പ്രിഫർ. അസ്യൂമിങ് അവർ പാർട്ട്ണർ എക്സ്പീരിയൻസ് ലവ് ഇൻ ദ സെയിം വേ. അപ്പൊ നമുക്ക് എങ്ങനെ നമ്മുടെ ചിന്തകൾ, നമ്മുടെ വിചാരങ്ങൾ, നമ്മുടെ കൺസെപ്റ്റുകൾക്ക് അല്ലാതെ എങ്ങനെ സ്നേഹം അവരുടെ പങ്കാളിയുടെ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തിൻ്റെ വിചാരങ്ങൾ, സ്നേഹങ്ങൾ, ആഗ്രഹങ്ങൾ എങ്ങനെയാണ്, അല്ലെ അവരുടെ ലവ് ലാംഗ്വേജ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി പെരുമാറാൻ കഴിയുന്ന ഒരു സമയത്ത് നമുക്ക് ഈ ബയാസ് ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയും.
ഉം, വിജയ് സൂപ്പറും പൗർണമിയും എന്നുള്ള ഒരു സിനിമ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമായിരിക്കും. അതില് അവര് രണ്ടുപേരും കൂടി ഒരു കാറ്ററിംഗ് തുടങ്ങാൻ പോവുകയും അപ്പൊ അന്ന് വൈകുന്നേരം നാളെ രാവിലെ 10 മണിയാവുമ്പോഴത്തേനും അറേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞ ഫുഡ് അറേഞ്ച് ചെയ്യണം. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ, കാരണം സർവീസ് ആകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. ഇവന്റ് മാനേജ്മെന്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ എല്ലാ കാര്യങ്ങളും റെഡി ആയിരിക്കും. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് Yes, സാർ, കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പം വിജയ് രാത്രിയിൽ ഇരുന്ന് വളരെ കഷ്ടപ്പെട്ട് കുറെ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി രാവിലെ എത്താൻ വൈകിപ്പോയി. അപ്പം വിജയ് വിചാരിച്ചിരിക്കുന്നത്, ഹലോ ഹലോ, കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പൊ വിജയ് വിചാരിച്ചിരിക്കുന്നത് ആ സമയത്ത് കുറച്ച് സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്നതാണ് നല്ലത് എന്ന് വിചാരിച്ച് രാത്രി ഉറക്കം ഒഴിച്ചിരുന്നിട്ട് അവിടെ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അന്ന് ലേറ്റ് ആയി പോകും എത്താൻ. അതേസമയം പൗർണമി വിചാരിച്ചിരിക്കുന്നത് എന്താണ്? കൃത്യം പങ്ക്ച്വാലിറ്റി ഡിസിപ്ലിനുമാണ് വേണ്ടത് എന്നാണ് പൗർണമി വിചാരിക്കുന്നത്. അപ്പൊ ഇവര് രണ്ടുപേരുടെയും രണ്ട് കൺസെപ്റ്റുകളുടെ രണ്ട് തരത്തിലാവുന്നിടത്താണ് ഈ ഫാൾസ് കൺസെൻസസ് ബയാസ് ഉണ്ടായത് കൊണ്ടാണ് അവിടെ ഒരു ക്ലാഷ് ഉണ്ടാവുന്നത്. അപ്പൊ അത് മനസ്സിലാക്കാൻ സാധിക്കുന്നിടത്ത് നമുക്ക് ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അതൊരു നല്ല ഒരു ഉദാഹരണമാണ്. അതേപോലെ തന്നെ ആംഗ്രി ബേബീസ് എന്നുള്ള ഒരു സിനിമ അനൂപ് മേനോനും ഭാവനയും അഭിനയിച്ചതാണ്. എത്ര പേര് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാനത് സിനിമ മുഴുവനായിട്ടില്ല, ഞാൻ അതിന്റെ കുറെ ഭാഗങ്ങളെ കണ്ടിട്ടുണ്ട്. അതിൽ അവര് ആംഗ്രി, അവരുടെ ഒരു ആംഗ്രി, അവരുടെ പ്രണയത്തിന് മുന്നേ, വിവാഹത്തിന് മുന്നേ പ്രണയം ഉണ്ടായിരുന്ന സമയത്തുണ്ടായിരുന്ന പെരുമാറ്റങ്ങളും വിവാഹം കഴിഞ്ഞ ശേഷം ആ പ്രണയം എവിടെ നഷ്ടപ്പെട്ടു പോയി. അതുവരെ മറ്റുള്ളവർക്ക് വേണ്ടി എന്തും ചെയ്തുകൊണ്ടിരുന്ന ഒരാള്, അല്ലെങ്കിൽ അവർ രണ്ടുപേരും അവരവരുടെ അവകാശങ്ങൾ, അവരവരുടെ കാര്യങ്ങൾ, അവരവരുടെ ആംഗിളുകൾ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് പെരുമാറാൻ തുടങ്ങിയപ്പോൾ അവസാനം അവരുടെ ഡൈവോഴ്സിലെത്താൻ തീരുമാനിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അവർ തമ്മിലൊരു സംസാരം ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സൗഹൃദപരമായിട്ട്, വളരെ എന്താ പറയുക, വളരെ ഫ്രണ്ട്ലി ആയിട്ട് അവർക്കത് സംസാരിക്കാൻ കഴിയുന്നിടത്ത് അവർക്ക് വീണ്ടും ഒരു ജീവിതം തുടങ്ങാൻ കഴിയുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ നമ്മൾ മറ്റുള്ള ആളുടെ കാഴ്ചപ്പാടുകൾ എന്താണ്, അവരുടെ ആഗ്രഹങ്ങൾ എന്താണ്, അവരെങ്ങനെയായിരിക്കും വിചാരിക്കുക എന്ന ഒരു കൺസെപ്റ്റിൽ നിന്ന് നമുക്ക് സംസാരിക്കാൻ കഴിയുകയാണെങ്കിൽ, നമുക്ക് ചിന്തിക്കാൻ കഴിയുകയാണെങ്കിൽ, നമ്മൾ അവരോട് ചോദിക്കാൻ കഴിയുകയാണെങ്കിൽ നമുക്ക് ലൈഫ് കുറെ കൂടി സ്മൂത്ത് ആയിട്ട്, കുറെ കൂടി സന്തോഷകരമായിട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരാൾക്ക് എന്താ പറയുക, ആക്ട്സ് ഓഫ് സർവീസ് അല്ലെങ്കിൽ സേവനങ്ങൾ എന്തെങ്കിലുമൊക്കെ കിട്ടണമെന്നായിരിക്കും ആഗ്രഹിക്കുക. അപ്പം ഗൾഫിൽ ജോലിയുള്ള ഒരു ഭർത്താവാണെങ്കിൽ അദ്ദേഹം വിചാരിക്കുന്നത് നാട്ടിലൊരു നല്ല വീട് ഉണ്ടാക്കുക, കാറ് വാങ്ങിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അദ്ദേഹത്തിന് സന്തോഷം നൽകുന്നത്. അദ്ദേഹത്തിന്റെ ലവ് ലാംഗ്വേജ് അതായിരിക്കും. വീട്ടിലുള്ള ഭാര്യ, നാട്ടിലുള്ള ഭാര്യ, ഒറ്റയ്ക്ക് കഴിയുന്ന, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് കുട്ടികളെ നോക്കുന്ന, ഒറ്റയ്ക്ക് കുടുംബം നോക്കുന്ന, ഒറ്റയ്ക്ക് വീടുണ്ടാക്കുന്ന. കാരണം ഗൾഫിലുള്ള ഭർത്താവ് പണം മാത്രമാണ് അയച്ചു കൊടുത്തിട്ടുണ്ടാവുക. വീട്ടിലുള്ള ഭാര്യ പലപ്പോഴും എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നുണ്ടാവും. ഭർത്താവ് ഒന്ന് വന്നാൽ മതി, അല്ലെങ്കിൽ ഭർത്താവിന് സാമീപ്യമായിരിക്കും അവർക്ക് ആവശ്യമുണ്ടാവുക. അപ്പൊ ഇത് രണ്ടും തമ്മിൽ ഇവർക്ക് രണ്ടുപേർക്കും മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ആ പൂച്ചയുടെ അവസ്ഥ, താറാവിന്റെ കുഞ്ഞിനെ അടുപ്പിന്റെ ചുവട്ടിൽ കൊണ്ടുവച്ച് ഇരിക്കുന്ന ഒരു പൂച്ചയുടെ അവസ്ഥയാണ്. വളരെ സ്നേഹത്തോടെ, നല്ല ആത്മാർത്ഥതയോടുകൂടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു ഗുണവും കിട്ടാതെ പോകുന്ന അവസ്ഥ ജീവിതത്തിൽ പലർക്കും ഉണ്ടായിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ അനുഭവത്തിൽ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ സ്നേഹത്തോടെ, നമ്മൾ ആത്മാർത്ഥതയോടെ, നമ്മൾ വളരെയധികം ആവേശത്തോടെ ചെയ്ത കാര്യങ്ങൾ ഒരു ഫലവും ഇല്ലാതെ പോയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ആർക്കെങ്കിലും? പറ്റുമെങ്കിൽ പറയൂ. ഓക്കെ. ഞാൻ എല്ലാ ദിവസവും നിനക്ക് വേണ്ടി ഗുഡ് മോർണിംഗ് മെസ്സേജ് അയക്കുന്നു എന്ന് പറയുന്ന ഒരു ഭർത്താവിനോട് ഭാര്യ പറയും, നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് വന്നിട്ട്, നേരിട്ട് വന്നിട്ട് ഒരു ഗുഡ് മോർണിംഗ് പറയാൻ സാധിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. കാരണം രണ്ടുപേരുടെയും ലവ് ലാംഗ്വേജസ് വ്യത്യാസമാണ്. അപ്പൊ മറ്റേയാള്, അടുത്തയാള് എന്ത് വിചാരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക എന്നുള്ളതാണ്. അപ്പം
വീട്ടിലെ ടിവിയുടെ റിമോട്ട് ആരുടെ കയ്യിലാണോ ഇരിക്കുന്നത് അയാളാണ് വിചാരിക്കുക, അയാൾ വിചാരിക്കും ഏത് ചാനലാണ് വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടമെന്ന്. ശരിയല്ലേ? അങ്ങനെ വിചാരിച്ചിട്ടുണ്ടോ? നോക്കിയിട്ടുണ്ടോ ആരെങ്കിലും? എന്റെ കയ്യിലാണ് റിമോട്ട് കിട്ടുന്നതെങ്കിൽ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ചാനലുകളാണ് വെക്കുന്നത് തീർച്ചയായിട്ടും. അപ്പം ബാക്കിയുള്ളവരത് കാണാൻ ബാധ്യസ്ഥരാകുകയാണ്. വീട്ടിലെ കുട്ടികൾക്ക് കാർട്ടൂൺ ആയിരിക്കും ഇഷ്ടം. എന്താ പറയുക, വീട്ടിലെ അച്ഛനും അമ്മയ്ക്കല്ലേ പ്രായമുള്ളവർക്ക് പലപ്പോഴും സീരിയലായിരിക്കും ഇഷ്ടം. പക്ഷെ റിമോട്ട് കയ്യിലുള്ള ആള് പലപ്പോഴും തീരുമാനിക്കും ഇപ്പൊ എന്റെ കയ്യിലാണ് ഞാൻ സ്പോർട്സ് ചാനൽ കാണും, അല്ലെങ്കിൽ ഇംഗ്ലീഷ് മൂവീസ് കാണും. അപ്പൊ അത് മറ്റുള്ളവർക്ക് ഇഷ്ടമാണോ അല്ലയോ എന്ന് നമ്മൾ നോക്കുന്നില്ല. അപ്പൊ അത് നമുക്ക് ഒന്നുകിൽ ടൈം ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഒരു സ്പേസ് കൊടുക്കുക, നമുക്ക് ഒരു ടൈം ഷെഡ്യൂൾ ചെയ്ത് വെക്കുകയൊക്കെ ചെയ്യാം. അല്ലേ? ശരിയല്ലേ? കറക്റ്റ് ആണ് സാർ. ശരിയാണ്. ഓക്കെ, താങ്ക് യു. അപ്പൊ സ്നേഹിക്കുന്നത് മാത്രം കാര്യമില്ല, അത് മറ്റേയാൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് നോക്കണം. അല്ലെങ്കിൽ നമ്മൾ ആ പൂച്ചയെ പോലെ, താറാവിന്റെ കുഞ്ഞിനെ എടുത്തു കൊണ്ടുവന്ന പൂച്ചയെ പോലെ അതിന്റെ ആവശ്യം എന്താണെന്ന് അറിയാതെ നമ്മൾ വളരെ സ്നേഹത്തോടെ ആത്മാർത്ഥതയോടെ പെരുമാറുന്നുണ്ടാവും. അപ്പം സ്നേഹം എന്നുള്ളത് വെറുതെ എക്സ്പ്രസ് ചെയ്യാനുള്ളതല്ല, അത് മറ്റേയാൾ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം കൊടുക്കുക എന്നതാണ് ഇന്നത്തെ ഈ ഒരു സബ്ജക്റ്റ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് മനസ്സിലാക്കി തെറ്റിദ്ധാരണകളൊക്കെ മാറ്റി നല്ലൊരു ലൈഫ്, അത് ഫാമിലി ലൈഫായിരുന്നാലും അല്ലെങ്കിൽ കപ്പിൾസ് ലൈഫായിരുന്നാലും അല്ലെങ്കിൽ സൊസൈറ്റി ലൈഫായിരുന്നാലും ഏതായിരുന്നാലും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. ഈ കാര്യത്തിൽ നമുക്ക് കൂടുതൽ ചർച്ചകൾ, കൂടുതൽ എന്തെങ്കിലും എന്താ പറയുക ഡിസ്കഷൻസ്, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയുക. നിങ്ങളെല്ലാവരുടെയും അഭിപ്രായങ്ങൾ അത് നെഗറ്റീവ് ആയിരുന്നാലും പോസിറ്റീവ് ആയിരുന്നാലും വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കാൻ തയ്യാറാണ്. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു മാം. Thank you, sir. സാർ, ഞാനൊരു കാര്യം പറയട്ടെ. എന്റെ പറയൂ. മാരേജ് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴ് തികച്ചും അപരിചിതമായ ആൾക്കാരായിരുന്നല്ലോ. അവരെ എങ്ങനെ ഉൾക്കൊള്ളണം എന്നുള്ള ചിന്തയായിരുന്നു എനിക്ക്. പക്ഷെ 15 ദിവസം എടുത്തു അത് അവരെ എല്ലാവരെയും ഓരോരുത്തരെയും മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാവരെയും മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ പെരുമാറി തുടങ്ങി. അങ്ങനെയാണ് ഞാൻ ആ വീട്ടിലെ ഏറ്റവും പ്രിയപ്പെട്ട ആളായി തീർന്നത്. അന്ന് ചേട്ടൻ കല്യാണം കഴിച്ചുകൊണ്ടുവന്ന ഭാര്യയുണ്ട്. അതുപോലെ അവരോടൊന്നും ഇല്ലാത്ത ഒരു സ്നേഹം എന്നോട് എനിക്ക് കിട്ടി. അങ്ങനെ ഇപ്പൊ എന്ന് പറഞ്ഞ എന്തെങ്കിലും ഒരു ഹലോ, കേൾക്കുന്നില്ലേ? ഹലോ, കേൾക്കുന്നുണ്ട്. കേൾക്കുന്നില്ലേ സാറേ? ഹലോ, കേൾക്കുന്നുണ്ട്. അപ്പൊ ഒരു വീട്ടിലെന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ തന്നെ അവർക്ക് ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ അവിടെ പ്രസന്റ് ചെയ്ത് അത് ചെയ്യും. അപ്പോൾ ആ വീട്ടിലെ പ്രശ്നങ്ങളെല്ലാം തീരും. അങ്ങനെയായിരുന്നു ഞാൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. താങ്ക് യു സാർ, ഏറ്റവും നല്ലൊരു ക്ലാസ്. താങ്ക് യു ജിഷ മാം. സർ, വളരെ നല്ല ക്ലാസ് ആയിരുന്നു സർ. ഇത് കുറച്ചുകൂടി ലൈഫിൽ കുറച്ചുകൂടി നേരത്തെ മനസ്സിലാക്കാൻ കഴിയാത്തതിന്റെ പോരായ്മകൾ ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ അത് എനിക്ക് നല്ലപോലെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞ ഒരു ക്ലാസ് ആണ്. വളരെ നല്ല പ്രസന്റേഷൻ ആയിരുന്നു സർ. കഥകളിലൂടെ സർ പറഞ്ഞത്, ആ പൂച്ചയുടെയും താറാവിന്റെയും കഥയായാലും മറ്റേ മൊബൈൽ യൂസ് ചെയ്ത ആളുടെ കഥയായാലും എല്ലാം വളരെ നല്ല രീതിയിൽ സർ പ്രസന്റ് ചെയ്തു. വളരെ നന്നായിരുന്നു. ഇതാരാണെന്ന് പറഞ്ഞ് എനിക്ക് മനസ്സിലായില്ല കേട്ടോ, ഈ സംസാരിച്ച ആളിപ്പം. എന്റെ പേര് ജിഷ എന്നാണ് സർ. ഓക്കെ, താങ്ക് യു ജിഷ മാം. ഓക്കെ സർ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് റീന മാം. നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു സാറിന്റെ. ഈ ഫാൾസ് കൺസെപ്റ്റ് ഓഫ് ബയാസിൽ കൂടി അതെന്താ കോസസും അതിന്റെ ഹൗ ടു ഓവർകം ഇറ്റ് ബയാസ് ആൻഡ് ഓൾസോ സം പോയിന്റ് സൊല്യൂഷൻസ്, കുറച്ച് പോയിന്റ്സ് അതിന്റെ ഒരു പരിഹാരം എന്നുള്ള രീതിയിലും സാറ് തന്നിരുന്നു.
അതിന് ഒന്ന് ഫുൾ കുറച്ച് സമയം കൊണ്ട് തന്നെ സാർ അത് ആ ബയാസ്, ഫാൾസ് കൺസെപ്റ്റ് ഓഫ് ബയാസ് എന്ന് പറയുന്നത് അതെങ്ങനെ മനുഷ്യരിൽ ഉണ്ടാകുന്നു, അതുപോലെ തന്നെ അതെങ്ങനെ അതിന്റെ സൊല്യൂഷൻ എന്താണ്, ഇതൊക്കെ സാറ് കറക്റ്റ് ആയിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ഇടയിൽ ഇപ്പം റിമോട്ട് ടിവിയുടെ കഥ പറയുന്നത് കോമൺ ആയിട്ട് മിക്ക വീടുകളിൽ സംഭവിക്കുന്നതാണ്. ഈ കുട്ടികളുള്ള വീട്ടില് അവരുടെ അമ്മുമ്മ അപ്പൂപ്പ അവർക്ക് വേറെ സീരിയൽ കാണണം. സാറ് പറഞ്ഞ ആ ഒരു കറക്റ്റ് ആണ്. അപ്പൊ അവരുടെ ചിന്താഗതിയും മനോഭാവവും ഒക്കെ വേറെയാണ്, കുട്ടികളുടേതല്ല. പക്ഷെ അവരൊരു രീതിയിലും കുട്ടികളുടെ ആ മനോഭാവത്തോട്ട് വരത്തില്ല. ആ സെക്കൻഡ് തന്നെ അവർക്കും കാണണം, കുട്ടിക്കും കാണണം. അപ്പൊ 2 TV വാങ്ങേണ്ട ഒരു ആവശ്യകത അവിടെ വരുന്നുണ്ട്. അപ്പൊ അതിലും തെളിഞ്ഞു കാണുന്ന ഈ ഓരോ വ്യക്തികളും യൂണീക്കാണ്. അപ്പൊ അവരുടെ ചിന്താഗതികളും മനോഭാവവും എല്ലാം വ്യത്യസ്തമായിരിക്കും. അത് മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെയാണ് നമ്മുടെ സമൂഹം ഇപ്പൊ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്, അല്ലേ സാർ? അതുപോലെ തന്നെ സാറെല്ലാം അതിൽ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ലിസൺ കീപ്ലി, അതുപോലെ തന്നെ പാർട്ട്നേഴ്സിന്റെ ഇടയിൽ കാണുന്ന ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, അവരുടെ ലവ് ലാംഗ്വേജ് പരസ്പരം കറക്റ്റിന് അവർക്ക് അറിയത്തില്ല. ഇപ്പൊ സ്നേഹത്തോടെ ജീവിച്ചിരുന്നാലും അയൽക്കാര് സ്വന്തം പാർട്ട്നേഴ്സിന്റെ ഇടയിൽ ഹസ്ബൻഡിനെ കുറിച്ചോ വൈഫിനെ കുറിച്ചോ പറയണമെങ്കിൽ അത് തന്നെ ആ ഒരു ഫാൾസ് കൺസെപ്റ്റ് ഓഫ് ബയാസിൽ കൂടി തന്നെ അവരത് പ്രകടിപ്പിച്ച് പിന്നെ അതൊരു കോൺഫ്ലിക്റ്റ് ആവും, പിന്നെ ഡൈവോഴ്സ് ആവും. സാർ ആ ഒരു പോയിന്റ് സൂചിപ്പിച്ചിരുന്നു. നല്ലൊരു ക്ലാസ് ആയിരുന്നു സാർ. ചുരുങ്ങിയ സമയം കൊണ്ട് ആ ബയാസ് എന്ന് പറയുന്നതിന്റെ മീനിങ്സ് എന്താണെന്ന് നമുക്ക് ആ ഒരു 1, 2, 3, 4 സ്റ്റോറിയെങ്കിലും സാർ പറയുകയുണ്ടായി. അത് മനസ്സിലായി. ഓക്കെ സാർ, താങ്ക് യു സാർ, കൺഗ്രാജുലേഷൻ. താങ്ക് യു മാം. ഇത് ഫാൾസ് കൺസെൻസസ് ബയാസ് എന്നാണ് പറയുക കേട്ടോ. അത് ഞാൻ അതിന്റെ ടോപ്പിക് ഇട്ടപ്പോ അതിന്റെ താഴെ അത് കൊടുക്കണമായിരുന്നു. കൺസെൻസ് ആണല്ലേ, കൺസെപ്റ്റ് എന്നാണ് ഞാൻ എഴുതി വെച്ച. ഓക്കെ, കൺസെൻസസ് ആണ്. ഓക്കെ സാർ, താങ്ക് യു. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് അൻസർ സർ. നല്ല സെഷൻ ആയിരുന്നു. ഞാൻ പെട്ടെന്ന് കണക്ട് ചെയ്തതേ, നമ്മളെ ഇപ്പൊ സോഷ്യൽ മീഡിയയില് ഇങ്ങനെ ട്രെൻഡിങ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഒരു സൈഡിൽ നിന്ന് 6ഉം മറ്റേ സൈഡിൽ നിന്ന് 9ഉം വെച്ചിട്ട് രണ്ടുപേരും കൂടെ തമ്മിൽ തർക്കിക്കുന്ന ഒരു അവസ്ഥ. അതാണ് എനിക്ക് സാറ് പറഞ്ഞപ്പോ കറക്റ്റ് പെട്ടെന്ന് എനിക്ക് ഓടിയത്. ശരിക്കും നമ്മളുടെ സൈഡിൽ നിന്ന് വന്ന് നോക്കിക്കഴിഞ്ഞാൽ തീരാവുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ ഇതിന്റെ ഇടയിൽ. നല്ല സെഷൻ ആയിരുന്നു. താങ്ക് യു സാർ. എല്ലാം കറക്റ്റ് ആയിട്ട് തന്നെ പറഞ്ഞു. നല്ല പ്രസന്റേഷൻ ആയിരുന്നു. അടിപൊളി. താങ്ക് യു. താങ്ക് യു സർ. ഹലോ സർ. നല്ലൊരു സെഷൻ ആയിരുന്നു. സൈക്കോളജിയും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ സ്റ്റോറീസും ഒക്കെ ആയിട്ട് പറഞ്ഞായിരുന്നു കൊണ്ട് തന്നെ എല്ലാവർക്കും നന്നായി മനസ്സിലായിട്ടുണ്ടാവും. താങ്ക് യു സോ മച്ച്. യൂസ്ഫുൾ ആയിരുന്നു. താങ്ക് യു. ഇനി ആരും ഒന്നും പറയുന്നില്ല. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ മാം? അതെ, ഇനി ആരും പറയുന്നില്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഒരു ദീപ്തി മാം ഒരു നോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു. താങ്ക് യു ഓൾ. താങ്ക് യു. താങ്ക് യു സാർ. Thank you all. Okay. Have a wonderful day. Thank you. Same to all.